CRP ഫൈറ്റ് ക്ലബ് എന്നൊരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ തെങ്കാശിയിലെ ഒരു ഹിഡൻ പ്ലേസായ അമ്മയാർ റൂട്ടർ അഥവാ സീവനെല്ലൂർ എന്നൊരു സ്ഥലത്തെക്കുറിച്ചാണ്. നമുക്കിത് ചെങ്കോട്ടയ്ക്കടുത്തായിട്ടാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇത് നമുക്ക് ഗൂഗിൾ മാപ്പിൽ അമ്മയാർ റൂട്ടർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് വരും. അല്ലെങ്കിൽ നമുക്ക് ശ്രീ അയ്യപ്പ സ്വാമി ടെമ്പിൾ സീവനെല്ലൂർ എന്നടിച്ചാലും നമുക്ക് ഇവിടെ എത്താൻ കഴിയും. അപ്പോൾ നമുക്ക് ഗൂഗിൾ മാപ്പിൽ ഇത് ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെറ്റ് ചെയ്താണ് ഈ ഒരു സ്ഥലത്തേക്ക് പോയത്. ഒരു തെങ്കാശി ഭാഗം എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും മടുക്കാത്ത ഒരു ഏരിയയാണ് ഈ തെങ്കാശിയിൽ. ഒരുപാട് സ്ഥലങ്ങളും വയലുകളും കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിൽ തന്നെ നമുക്ക് ഗ്രാമഭംഗി ആസ്വദിക്കാനൊക്കെ പറ്റിയ ആൾക്കാർക്ക് പറ്റിയൊരു സ്ഥലമാണ് ഈ തെങ്കാശിയിൽ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളെല്ലാം. അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ വെള്ളമില്ലായിരുന്നു, കുറവായിരുന്നു. ആ ഒരു മഴ സമയമാകുമ്പോൾ ഇത് നിറഞ്ഞ് കവിഞ്ഞ് വെള്ളം ഈ പാടത്തോട്ടും അവിടെ തോടുണ്ട്, അതുവഴിയൊക്കെ കൃഷി ആവശ്യത്തിനും മറ്റും പോകാറുണ്ട്. പിന്നെ ആളുകൾ അവിടെ കുളിക്കാനൊക്കെ വരാറുണ്ട്. ഈ ഒരു ഭാഗം മുഴുവൻ കൃഷിയിടങ്ങളാണ്, കിലോമീറ്ററോളം കൃഷിയിടങ്ങളാണ്. നമ്മൾ ഒരു ഗ്രാമപാതയിലൂടെയാണ് വന്നത്. ഇവിടെ മൊത്തം വലതും ഇടതും എല്ലാം കൃഷിയിടങ്ങളാണ്. ഇതെല്ലാം ഇപ്പം ഉഴുതുമറിച്ചിട്ടിരിക്കുകയാണ്. കുറച്ച് ഭാഗത്ത് ജമന്തിത്തോട്ടം ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഭാഗത്ത് വാഴക്കൃഷികൾ. ഇവിടെ നിന്ന് ഒരു 18 കിലോമീറ്റർ മാത്രം മാറിയാണ് സുരണ്ടൈ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ സൂര്യകാന്തി പാടവും ഒക്കെ ഉള്ളത്. സുരണ്ടയ്ക്ക് അടുത്ത് തന്നെയാണ് നമ്മൾ സുന്ദരപാണ്ഡിപുരം, അതിനൊക്കെ സൂര്യകാന്തി പാടമൊക്കെ. ഇപ്പം കറക്റ്റ് സീസണാണ്, ഓഗസ്റ്റ്. ഇപ്പോൾ അത് സീസണാണ്. ഞങ്ങളിതൊരു 3 മാസം മുമ്പ് പോയപ്പോഴുള്ള വീഡിയോ ആണിത്. സൂര്യകാന്തി പാടം കാണാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു സമയമാണ് ഇപ്പോഴാണ് അവിടുത്തെ കറക്റ്റ് സീസണാണ്. സൂര്യകാന്തി പൂത്ത് നിൽക്കുന്ന സീസണാണ്. അപ്പോൾ ഒരു ദിവസത്തെ ട്രിപ്പ് നിങ്ങൾക്ക് പോകാൻ പറ്റിയൊരു ഏരിയയാണ് ഈ തെങ്കാശിയിലുള്ള ഈ പറഞ്ഞ സീവനെല്ലൂർ, അതിനൊക്കെ തന്നെ സുരണ്ടൈ, പിന്നെ പറഞ്ഞ സുന്ദരപാണ്ഡിപുരം. ഇവിടെ ഒറ്റ ദിവസം രാവിലെ പോയി വെളുപ്പിന് നമ്മളൊരു 3 മണിക്ക് ഇറങ്ങിയാൽ ഒരു 5 മണി 6 മണി ടൈമിൽ അവിടെ ചെല്ലാമെങ്കിൽ നമുക്കെല്ലാം ഒറ്റ ദിവസം കൊണ്ട് എൻജോയ് ചെയ്ത് സൂപ്പറായിട്ട് നമുക്കെല്ലാം ആസ്വദിച്ച് പൂവെല്ലാം കണ്ടിട്ട് തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ അടുത്തൊരു വീഡിയോ വേണ്ടി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.